പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ, വേദനകൾ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ചില പ്രാർത്ഥനകൾ, അതിൻ്റെ പിന്നിലുള്ള ചില കാരണങ്ങൾ, ഞങ്ങൾ പോലും അറിയാത്ത ചില സ്വാധീനങ്ങൾ, ആധിപത്യങ്ങൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കർത്താവെ എല്ലാം തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്കെല്ലാം അറിയാം കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കാർമൽ മീഡിയയെയും ഈ കാർമൽ മീഡിയയിൽ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കാർമൽ ധ്യാന കേന്ദ്രത്തെയും അങ്ങേ തിരുമുമ്പിലേക്ക് ഏറ്റവും പ്രത്യേകമായ വിധത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തമായ ഇടപെടൽ അനുഗ്രഹമായി, സൗഖ്യമായി, വിമോചനമായി, മാനസാന്തരമായി, അതെല്ലാം ഏറെ അങ്ങയുമായി ആഴമായ ബന്ധത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ആനയിക്കുമാറാകട്ടെ. അങ്ങ് വസിച്ച് അങ്ങയാൽ നയിക്കപ്പെടുന്ന ദൈവൈക്യ ജീവിതത്തിലേക്കും കൃപാജീവിതത്തിലേക്കും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാർമൽ ധ്യാന കേന്ദ്രത്തെയും ഈ കാർമൽ മീഡിയയെയും അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും വേണ്ടി അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ ആശീർവാദം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് കരുണയോടെ കടാക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സമാധാനം കൽപ്പിച്ചരുളട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി ഒത്തിരിയേറെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഒത്തിരി വഴിതെറ്റി പോകുന്ന മക്കള്, എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത മക്കള്, വിശ്വാസമില്ലാത്ത മക്കള്, കുദാശ ജീവിതമില്ലാത്ത മക്കള്, അതിലേറെ എന്നെ വേദനിപ്പിക്കുന്ന വലിയൊരു കാര്യം, നമ്മുടെ ഒത്തിരി മക്കള് കൂദാശ വിട്ട്, ദൈവബന്ധം വിട്ട്, ഈശോയുമായിട്ട് ഒരു ബന്ധമില്ലാതെ, വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ, പ്രാർത്ഥനയില്ലാതെ. നമുക്കറിയാം, ദൈവത്തെ വിട്ടാല് തൈത്തണ്ടിനെ വിട്ട ശാഖ പോലെ ആയിത്തീരും. ഒരു പ്രകാശമില്ലാത്ത അന്ധകാരത്തിന്റെ ജീവിതമായിട്ട് മാറും. അതിനേക്കാളും ഉപരി പിശാച് ആ മകളുടെ ജീവിതത്തിൽ ഒരു ആധിപത്യം ഉറപ്പിക്കും. പിന്നെ ആ കുഞ്ഞിനെ ആര് രക്ഷിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ വിഷയം നമ്മുടെ മക്കള്, മാമോദിസ സ്വീകരിച്ച മക്കള്. കഴിഞ്ഞ ദിവസം കുറച്ച് മക്കളോട് ചോദിച്ചു, മക്കളെ വചനം വായിക്കാറുണ്ടോ? ബൈബിൾ വായനയില്ല, വചനം വായനയില്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നാളുകളായി, കുമ്പസാരിച്ചിട്ട് നാളുകളായി. ഇന്ന് നമ്മുടെ അനേകം മക്കൾക്ക്, അനേകം യുവമക്കൾക്ക് കുമ്പസാരമില്ല, വിശുദ്ധ കുർബാനയില്ല, ബൈബിൾ ദൈവവചനം വായനയില്ല. നമുക്കറിയാം, ഇന്ന് വചനം വായിക്കുന്നവരൊക്കെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നവർ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പഠിക്കേണ്ടവരായ എല്ലാവരും പഠിക്കണം, എന്നാൽ നമ്മുടെ മക്കള് കൂടുതൽ പഠിക്കണം. സ്ഥിരോത്സാഹത്തോടെ, നിരന്തരമായ ചിട്ടയോടെ, നിഷ്ഠയോടെ, നിർബന്ധമായിട്ടും വചനം വായിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് ആ ഈശോ ബന്ധത്തിൽ, അത് ഭയങ്കര ഒരു കരുത്താണ്. ഞങ്ങൾക്കാണ് കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും വെറുതെ അല്ല മക്കളെ. ജീവിക്കുന്ന കർത്താവാണ് ദിവ്യകാരുണ്യം. എന്നിലും ഞാൻ അവനിലും വസിക്കും. തൈത്തണ്ട് ശാഖ ബന്ധത്തിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ജീവന്റെ സമൃദ്ധി ഈശോയെ സ്വീകരിച്ചാൽ ലഭിക്കും. എല്ലാ കൃപകളും എല്ലാ സ്വർഗത്തിന്റെ സഹായവും ദൈവത്തിൽ തന്നെ കിട്ടി ദൈവത്താൽ നയിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനുമുള്ള മഹാഭാഗ്യം ഇതിലൂടെ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുത്തുമ്പോ പെട്ടെന്ന് നമ്മുടെ മക്കള്, നമ്മളിന്ന് പലതും കാണുന്നു, മക്കൾ ഡ്രഗ് അഡിക്റ്റ് ആവുന്നു, കണ്ണിന്റെ പിന്നാലെ പോകുന്നു. വീണ്ടും ഈ തെറ്റായ സ്നേഹബന്ധം, മറ്റുള്ള മതസ്ഥരുമായുള്ള ബന്ധങ്ങള്, അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തികളിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന മക്കള്, അനുസരിക്കാത്ത മക്കള്, പഠനത്തിൽ താല്പര്യമില്ല, മൊബൈൽ അടിമത്തം, ഗെയിമുകള്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള അടിസ്ഥാനപരമായ കാരണം ഈ ദൈവബന്ധത്തിൽ നിന്ന് അകന്നു പോയതാ. ഇത്ര നല്ല ദൈവത്തെ കൂടെ നിർത്തി ആ ദൈവത്താൽ എല്ലാം നയിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനുമുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ട്
അത് വിലമതിക്കാതെ സ്വീകരിക്കാതെ പോകുന്ന മക്കൾക്ക് വേണ്ടി വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-19 വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നാൽക്കവലകളിൽ വീണ്ടും പറയാ, നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. കേട്ടോ, അതുപോലെ കരയണം. നാം വക്കുന്നൊക്കെ ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം അരുളരുത്. അതുകൊണ്ട് വിശ്രമം നൽകാതെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവര് മക്കൾക്ക് വേണ്ടി ഇതുപോലെ. കാരണം പറയാണ്, രാത്രിയിൽ മക്കളെ വീട്ടിലില്ല, രാത്രിയിൽ കറങ്ങാൻ പോകുന്നു, യാത്രയിൽ കറങ്ങാൻ പോകുന്നു, ഫുഡടിക്കാൻ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യനെ കണ്ടു. ഇവിടെ അപ്പോളോ ഹോസ്പിറ്റലില് ഒരു കഷ്ടി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പയ്യൻ. രാത്രി 1:30 വണ്ടി അടിച്ചു. അമ്മ പറഞ്ഞു, പോകല്ലേ മോനെ. അവൻ പോയി. ഇതൊരു വച്ചൊന്നുമില്ല, അനേകം മക്കൾ ഇന്ന് രാത്രിയിൽ കറങ്ങാൻ പോയി അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവരും ഒത്തിരി, ഇനി അപകടത്തിൽപ്പെട്ട് തളർന്നു പോയവര്. എൻ്റെ മക്കളെ, ഒത്തിരി മക്കൾ രാത്രി എന്ന് പറയുമ്പോൾ തന്നെ പിശാചിന്റെ ഒരു പ്രത്യേക അന്ധകാരത്തിന്റെ പ്രവൃത്തികളും അവന്റെ സ്വാധീനമുള്ള സമയമാണ്. ആ സമയത്ത് പറയണ്, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. ഈ രാത്രിയിൽ ഇരുന്ന്, വീട്ടിലിരുന്ന്, ആരാധനാലയങ്ങളിലിരുന്ന്, ദേവാലയത്തിലിരുന്ന് മക്കൾക്ക് വേണ്ടി, ഇങ്ങനെ വഴിതെറ്റി പോകുന്ന മക്കൾക്ക് വേണ്ടി പറയാ, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുവിൻ. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. വിശന്ന് തളർന്നു വീഴുന്ന മക്കൾ, നാൽക്കവലകളിൽ ഇങ്ങനെ വീഴുന്ന മക്കൾക്ക് വേണ്ടി, നിന്റെ മക്കളുടെ ജീവന് വേണ്ടി, മക്കളുടെ ജീവന് വേണ്ടി കർത്താവ് പറയാ, കരങ്ങൾ ഉയർത്തി അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിക്കാനാ പറഞ്ഞേ. നിലവിളിച്ച് പ്രാർത്ഥിക്കണം. എന്നത്തെക്കാളും ഏറെ ഈ ഒരു കാലഘട്ടം ഒത്തിരി തിന്മ നിറഞ്ഞ കാലഘട്ടമാണെന്ന് പറയേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ഇപ്പൊ നമ്മുടെയൊക്കെ ബന്ധത്തിലുള്ള മക്കളും, ഒത്തിരി മക്കളെ കുറിച്ചൊക്കെ ഭയങ്കര സങ്കട. ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ മടുത്തു പോകുന്നൊരവസ്ഥയുണ്ട്. പല മാതാപിതാക്കളും എന്തോരം പ്രാർത്ഥിക്കണേ അമ്മ. ഞാൻ പറയും, ഏറ്റവും ഇമ്മീഡിയറ്റ് ഈ മക്കളുടെ അപ്പനും അമ്മയും. ഇന്ന് മാതാപിതാക്കള്, അപ്പനും അമ്മയും, അമ്മ മാത്രമല്ല അപ്പനും അമ്മയും ഇതുപോലെ പറഞ്ഞ പോലെ ഉണ്ടോ, യാമങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് മാതാപിതാക്കള് കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നശിക്കാതിരിക്കാൻ, മരിക്കാതിരിക്കാൻ പോലെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് പ്രിയപ്പെട്ട മക്കൾ. അതുകൊണ്ട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അച്ഛന് അധികം വൈകാതെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഗെത്സെമേൻ മണിക്കൂർ, വ്യാഴാഴ്ച രാത്രി 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം മക്കൾക്ക് വേണ്ടി ഉറക്കമൊളിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ചില നൈറ്റ് വിജലുകൾ അച്ഛൻ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സാധിക്കുന്ന മക്കളൊക്കെ ഞാൻ പറയാൻ അനൗൺസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് രാത്രിയിൽ നടക്കുന്ന പൈശാചിക പ്രവൃത്തികൾക്കെതിരെ രാത്രിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ കണ്ണീരോടെ നിലവിളിച്ച് കർത്താവിലേക്ക് നമ്മുടെ മക്കളുടെ ജീവന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുന്ന വലിയ കൂട്ടായ്മകൾ നമുക്ക് ഉയർത്തണം. അതോടൊപ്പം തന്നെ രാത്രിയിൽ ദിവ്യകാരുണ്യ യാത്രകൾ, ദിവ്യകാരുണ്യ സാന്നിധ്യം വിളിച്ചിറക്കിക്കൊണ്ട് നമുക്ക് ആരാധിച്ച് ദൈവത്തെ വിളിച്ചിറക്കി മറ്റേ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞ് സത്യദൈവത്തെ രാത്രിയിൽ ആരാധിച്ച് ഈ രാത്രിയിലൂടെ ശക്തിയേറി വരുന്ന പൈശാചിക ശക്തികളെ, അതിലൂടെ കീഴ്പ്പെടുത്തപ്പെടുന്ന മക്കളെ മോചിപ്പിച്ചെടുക്കാൻ, മറ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പലപ്പോഴും ഒത്തിരി സങ്കടമൊക്കെ വരുക, മടുത്തു പോകുന്ന പോലെയൊക്കെ തോന്നുക. കാരണം പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കേണ്ടവർ, വിളിക്കപ്പെട്ട വൈദികര്, വിളിക്കപ്പെട്ട സമർപ്പിതര്, ഇതിന് നിയോഗിക്കപ്പെട്ട ദൗത്യം ഏറ്റെടുത്ത
ദൈവത്തിന്റെ മക്കള്, അപ്പന്മാര്, അമ്മമാര്. അതുകൊണ്ട് നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ വലിയ ശക്തി പ്രകടമാക്കിയെടുക്കുന്ന വലിയ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. കർത്താവ് നൽകിയ ശക്തി കൊണ്ട് നമുക്ക് കഠിനമായിട്ട് അധ്വാനിക്കണം. അതാണ് പൗലോസ് പറയുന്നത് കൊളോസ്യർക്കാരുടെ ലേഖനത്തില്. അതായത് എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി കർത്താവിന്റെ ശക്തിയാൽ ഉണർത്തിയ ശക്തി കൊണ്ട്, അല്ലെ അവനവന്റെ ശക്തിയില്ല, കർത്താവിന്റെ ശക്തി കൊണ്ട് ഉണർത്തിയ ശക്തി കൊണ്ട് ഞാൻ കഠിനമായിട്ട് അധ്വാനിക്കണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ ദൗത്യം പൂർത്തിയാക്കണം. മക്കളെ രക്ഷിക്കാനുള്ള ദൗത്യം, മക്കൾ നശിച്ചു പോകാതെ മരിക്കാതെ ജീവിക്കാനുള്ള ദൗത്യം, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് ആ ശക്തി പ്രകടമാക്കുന്ന രീതിയിൽ ഇന്ന് അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈ ദൗത്യം പൂർത്തിയാക്കാൻ. പൗരോഹിത്യം എന്നുള്ള ദൗത്യം, ഒരപ്പൻ എന്ന ദൗത്യം, ഒരമ്മ എന്ന ദൗത്യം മക്കളുടെ ജീവന് വേണ്ടിയുള്ള ദൗത്യമാണ്, വേറൊന്നിനും വേണ്ടിയല്ല. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി കണ്ണീരോടെ കരങ്ങൾ വിരിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. നിങ്ങളുടെ ബെഡ്റൂമിലോ ദേവാലയത്തിലോ നിത്യാരാധന ചാപ്പലിലോ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ഉടൻ തന്നെ, വൈകാതെ തന്നെ നമ്മൾ രാത്രി പ്രാർത്ഥനകൾ ആരംഭിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഒരുക്കട്ടെ. നമ്മുടെ ധ്യാനങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇനിയും അങ്ങോട്ട് ഒത്തിരിയേറെ ധ്യാനങ്ങൾക്കും ശുശ്രൂഷക്കും ഒരുങ്ങുകയാണ്. ഈ ആഴ്ച നമ്മൾ ദിവ്യകാരുണ്യ യാത്ര, രാത്രി പ്രാർത്ഥനകൾ ചെന്ന് പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെയാണെന്നൊക്കെ കർത്താവ് എന്താ പറയുന്ന പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകണം. ഇത് ഉറങ്ങി വിശ്രമിക്കാനുള്ള കാലഘട്ടമല്ല. മദ്യപിച്ച് കറങ്ങാൻ പോയി എല്ലാവരും ടൂറും കറക്കും അതിന്റെ റീലുകളൊക്കെ ആയിട്ട് നടക്കുക. മക്കളെ അതൊക്കെ നിർത്തിയിട്ട് അല്പം ഉത്തരവാദിത്വമുള്ള വൈദികരാണെങ്കിൽ, സന്യസ്തരാണെങ്കിൽ, അപ്പന്മാരാണെങ്കിൽ, അമ്മമാരാണെങ്കിൽ ഈ വിലാപങ്ങളുടെ പുസ്തകം 2:18-19 എടുത്തു വച്ചിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ത്യാഗമേറ്റെടുത്ത്, സഹനമേറ്റെടുത്ത്, ഉറക്കമൊഴിച്ചിരുന്ന് മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ലോകാരൂപിക്ക് അടിമപ്പെട്ട് ലോകത്തിന്റെ സംസ്കാരവും പൈശാചിക വശീകരണങ്ങളും അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ വിളികളും സ്വീകരിച്ചുകൊണ്ട് കർത്താവെ, കുടുംബ പ്രാർത്ഥന പോലുമില്ല, രാത്രിയിലെ സന്ധ്യാപ്രാർത്ഥനയില്ല, വിശുദ്ധ കുർബാന സ്വീകരണമില്ല, കൂദാശ ജീവിതമില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടല്ലോ. കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന വേറെ ഒന്നല്ല ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങയുള്ള സ്നേഹത്തിലേക്കും അങ്ങയിലേക്ക് തിരിക്കണമെന്ന് ഞങ്ങൾ കണ്ണീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കള് എല്ലാം ചെയ്യും. അവർ പഠിക്കും, അവർ നന്നായിട്ട് മുന്നോട്ട് പോകും, അവർ അനുസരിക്കും. അവർക്ക് വേണ്ടത് അങ്ങ് കൊടുക്കൂലോ കർത്താവേ. കർത്താവേ, പാവപ്പെട്ടവരായി ഞങ്ങൾ ഈ മാതാപിതാക്കളുടെ കണ്ണുനീര്, കർത്താവെ പ്രാർത്ഥിക്കുന്ന അപ്പന്മാരുടെ, അമ്മമാരുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ കണ്ണുനീര്, കർത്താവെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിലവിളിയും വിലാപങ്ങളും കണ്ണുനീരും നെടുവീർപ്പുകളും സങ്കടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. ഒരപ്പന്റെ അധികാരത്തില്, ഒരമ്മയുടെ അധികാരത്തില്, ഒരു പുരോഹിതന്റെ അധികാരത്തില് അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശോ ഒരു കാര്യം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കള് ആദ്യം വിശുദ്ധീകരിച്ച തങ്ങളുടെ പാപങ്ങൾ ഓർത്ത് അപ്പനും അമ്മയും മാപ്പ് ചോദിച്ച് കർത്താവിൽ വളരാതെ പോയതിനെ ഓർത്ത് കൂദാശ ജീവിതമില്ലാത്ത അപ്പൻ അമ്മ
ഒരു കഴിഞ്ഞ കാലം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നഷ്ടങ്ങൾ അത് നമ്മുടെ മക്കളിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്. എന്നോട് മാപ്പ് ചോദിക്കാം. അതോടൊപ്പം തന്നെ പൂർവാധിക ശക്തിയോടെ 10 ഇരട്ടി സ്നേഹത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വന്ന് അപ്പനും അമ്മയും കുമ്പസാരത്തിലേക്കും വിശുദ്ധ കുർബാനയിലേക്കും കുടുംബ പ്രാർത്ഥനയിലേക്കും അതിശക്തമായി കടന്നു വന്നിട്ട് ഇതുപോലെ കരങ്ങൾ വിരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. ഈശോയെ, ഒരു വലിയൊരു അഭിഷേകം എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ, എല്ലാ മക്കളിലും സംഭവിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഈശോയെ, മക്കളെ കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം നിറയട്ടെ, കുടുംബങ്ങളിലേക്ക് കൃപ നിറയട്ടെ, കുടുംബങ്ങളിലേക്ക് മാനസാന്തരം നിറയട്ടെ. വലിയ അഭിഷേകത്തിലേക്ക് മാതാപിതാക്കൾ മാറട്ടെ, കുടുംബങ്ങൾ തീരട്ടെ, മക്കൾ കർത്താവെ നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കട്ടെ. മുട്ടുകുത്തി കണ്ണുനീരോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രാത്രിയുടെ യാമങ്ങളിൽ വലിയ കൂട്ടായ്മകൾ ഉണരട്ടെ. നമ്മുടെ രാത്രി പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈശ്വര മുമ്പിലേക്ക് സമർപ്പിക്കാം. ഗസേബന് മണിക്കൂർ, അതോടൊപ്പം തന്നെ നൈറ്റ് വിജിലുകൾ നമുക്ക് ആരംഭിക്കണം. കർത്താവിന് വേണ്ടി കാർമൽ ധ്യാന കേന്ദ്രത്തെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, അതിന് മനസ്സുള്ള അനേക മക്കളെ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മുമ്പിൽ, കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി മുട്ടുകുത്തി കണ്ണീരോടെ രാത്രിയുടെ യാമങ്ങളിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുക്കി തരണം. രാത്രിയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ അനേക മക്കൾക്ക് വേണ്ടി, ഇടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദിവ്യകാരുണ്യ യാത്രകൾ കർത്താവെ അങ്ങ് തന്നെ ഒരുക്കണം. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും, അതിനുവേണ്ട മക്കളെ അങ്ങ് തിരഞ്ഞെടുക്കണം, കൂട്ടിച്ചേർക്കണം. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വയങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവിടെ പ്രാർത്ഥനകളിൽ ഇടപെടണമേ, ഇവിടെ കണ്ണുനീരും നൊമ്പരങ്ങളും കരമുയർത്തിയുള്ള പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അങ്ങനെ ശക്തമായ ഇടപെടല് ഈ മക്കളിൽ, ഇവിടെ കുടുംബത്തിലുണ്ടാകട്ടെ. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കൊടുക്കണമേ. ഈ മക്കളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ, അങ്ങയിൽ ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ച് കർത്താവിന്റെ കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.